വലിയ ആവശ്യങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആവശ്യങ്ങളും ഒരിടത്തേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത്തരമൊരു കേന്ദ്രീകരണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായ ആസൂത്രണം നടക്കുന്നു, ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നു എന്നർത്ഥം. അതിൽ ഒരു പക്ഷത്ത് സർക്കാരുണ്ട്, സർക്കാരിനെതിരെയാണ് ആരോപണം. എല്ലാ ആരോപണങ്ങളും സർക്കാരിനെതിരെ ചെന്നെത്തിക്കണം. അതാണ് ഇപ്പോൾ നടക്കുന്ന ഗൂഢാലോചന. അതിനുവേണ്ടി നല്ല പ്രവർത്തനമാണ് നടക്കുന്നത്. കോൺഗ്രസിന്റെ സുനിൽ കനോഗുലു ടീം അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന് അനുഭവമുള്ള ആളുകൾ മുഴുവൻ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നുണ്ട്. നടന്മാരെയും നടിമാരെയും സിനിമാ പ്രവർത്തകരെയും ഒക്കെ രംഗത്തിറക്കാൻ നല്ല ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. പക്ഷെ രംഗത്തിറങ്ങുന്നവരെല്ലാവരും ഒരാളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന സംശയമാണ് ഉയരുന്നത്. അത് മറ്റാരുടെയും പേരല്ല, എം മുകേഷ് MLA പേര് തന്നെയാണ്. എം മുകേഷ് MLA രാജിവെക്കണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇടതുപക്ഷ ബുദ്ധിജീവികളും ആ ട്രാക്കിൽ വീണിട്ടുണ്ട് എന്നർത്ഥം. സുനിൽ കനോഗുലുവിന്റെ ട്രാക്കിൽ ഇടതുപക്ഷ സഹചാരികൾ എന്ന് പറയുന്നവരും വീണിട്ടുണ്ട് എന്നതാണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടാൽ മനസ്സിലാകുന്നത്, അവരുടെ പ്രതികരണങ്ങൾ കേട്ടാൽ മനസ്സിലാകുന്നത്. മുകേഷ് രാജിവെക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യം ഉന്നയിച്ചപ്പോൾ മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്, ഉരുണ്ട് കളിച്ച മറുപടി. അത് നമുക്ക് ആദ്യം കേൾക്കാം. കഴിഞ്ഞ വർഷം രൂപീകരിച്ച സിനിമാ നയരൂപീകരണ സമിതി ഈ MLA കൂടിയായ നടൻ മുകേഷ് ഉൾപ്പെട്ടിട്ടുണ്ട്. മുകേഷിനെതിരെ അടക്കം ഇപ്പോൾ ആരോപണം വരുന്നുണ്ട്. ഇതിൽ പ്രതിപക്ഷത്തിന്റെ അല്ല, തീർച്ചയായിട്ടും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നവർ ഒരു സ്ഥാനത്തും ഇരിക്കാനും യോഗ്യരല്ല. അവര് അത് രാജിവെച്ച് ഒഴിയുന്നതാണ്. അപ്പോൾ രണ്ടുപേരും രാജിവെച്ചല്ലോ. ആരോപണങ്ങൾ വന്ന രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ആ മാതൃക സ്ഥാനങ്ങളിലിരിക്കുന്നവർ പിന്തുടരുന്നതായിരിക്കും നല്ലത്. അല്ലല്ല, അത് ആ കേസിൽ എന്താണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞതെന്താ? കോടതി എന്താ പറഞ്ഞത്? അല്ലല്ല, അല്ലല്ല, കോടതി അയാൾക്കത് 100% ഉറപ്പുണ്ടായിരുന്നു. ഇവര് പോയിക്കോട്ടെ, കോടതിയിൽ പോയിക്കോട്ടെ. കോടതി എന്താ പറഞ്ഞത്? കോടതി അയാൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് എന്താ പറഞ്ഞത്? രാജിവെക്കായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ? ഞാൻ ഉചിതമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അത് ഓരോരുത്തരുടെ തീരുമാനമാണ്, രാജിവെക്കണോ വേണ്ടെന്നുള്ളത്. ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി എന്താ പറഞ്ഞത്? അതുകൂടി വായിച്ചു നോക്കാം. ജഡ്ജ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇപ്പൊ ഇവർക്കെതിരെയൊക്കെ ആദ്യത്തെ ആരോപണമാണ്. ഇത് എത്രാമത്തെ ആരോപണമാണ്? ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം ഇതിലുണ്ടായിരുന്ന ആൾക്കാർക്കെതിരെ എത്രാമത്തെ ആരോപണമാണ്? ഇന്നലെയും വന്നു, ഇന്നും വന്നു, ഇതിനു മുമ്പും വന്നു, പല പ്രാവശ്യം വന്നു ആരോപണങ്ങൾ. രാജിവെക്കണ്ടെങ്കിൽ വേണ്ട, അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമല്ലേ. അല്ല, പോലീസുകാർ സർക്കാരിന്റെ ഭാഗമല്ലേ. സർക്കാർ എടുത്ത കേസിനെ കുറിച്ചാണ്. ആ രേഖകൾ പരിശോധിച്ചിട്ട് ആ കോടതി എന്താണ് പറഞ്ഞതെന്ന് കൂടി ഒന്ന് നോക്ക്, അത് വായിച്ചു നോക്ക്. ഞാനെന്താ രഞ്ജിത്തിന്റെ കേസ് വന്നപ്പോ എന്താ പറഞ്ഞത്? അദ്ദേഹം രാജിവെച്ച് ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നതെന്ന് പറഞ്ഞത്. അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു. മുകേഷും അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. രാജിവെച്ച് ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം പ്രതിപക്ഷ നേതാവിന് പോലും പറയാനും കഴിയുന്നില്ല. സോളാർ കേസ് ഇവിടെ വലിയ ചർച്ചയായ വിഷയമാണ്. സോളാർ കേസിൽ ലൈംഗിക പീഡന ആരോപണമുണ്ടായിരുന്നു. ആർക്കൊക്കെ എതിരെയാണ്? KC വേണുഗോപാലിനെതിരെ, ഉമ്മൻചാണ്ടിക്കെതിരെ, AP അനിൽകുമാറിനെതിരെ, അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കൾക്കെതിരെയും ആരോപണമുണ്ടായിരുന്നു. അന്ന് രാജി ആവശ്യമൊക്കെ ഉയർന്നു വന്നിരുന്നു. എങ്കിലും ഒരു MLA-മാരും രാജിവെച്ചിരുന്നില്ല എന്നോർക്കണം. എല്ലാവരും MLA-മാരായും MP-മാരായും തുടർന്നു. അത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോൾ ആരും ഉയർത്തുന്നില്ല. സമാനമായ സംഭവം തന്നെയാണ്, ലൈംഗിക ആരോപണമാണ്. സോളാർ കേസിലെ പ്രതിയാണ് ആരോപണം ഉന്നയിച്ചത്. വെറും ആരോപണമല്ല, എഴുതി കൊടുത്തിരുന്നു ആരോപണം. പിന്നീട് അന്വേഷിച്ചു, കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി. അവർ ഇപ്പോഴും രാഷ്ട്രീയ രംഗത്ത് സജീവമായി തുടരുന്നുണ്ട്. അതല്ലേ മാന്യമായ രീതി? എതിരേറെ പറയുന്നു, ജോസ് തെറ്റയിൽ MLA-ക്കെതിരെ സമാനമായ ആരോപണം ഉയർന്നു വന്നിരുന്നു. അന്ന് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല. പിന്നീട് അന്വേഷണത്തിൽ കുറ്റവാളിയല്ല, കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി അദ്ദേഹം MLA-ആയി തുടരുകയും ചെയ്തു. നേരത്തെ മുൻ സർക്കാരിന്റെ കാലത്ത് AK ശശീന്ദ്രനെതിരെ ആരോപണം ഉയർന്നു വന്നു. അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു, MLA സ്ഥാനം തുടർന്നു. ആരും ഇക്കാര്യം ഓർക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ M വിൻസെന്റിനെതിരെ കോൺഗ്രസ് MLA-ക്കെതിരെ ആരോപണം ഉയർന്നു വന്നു. വെറും ആരോപണമല്ല, ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെക്കുകയാണ് ചെയ്തത് ഒരു വീട്ടമ്മ. ആ ആത്മഹത്യാ കുറിപ്പിന്റെ പേരിൽ
അറസ്റ്റ് ചെയ്യപ്പെട്ടു എം വിൻസെന്റ് MLA, കോവളം MLA. അദ്ദേഹം ജയിലിൽ കിടന്നു, പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയാണ് ചെയ്തത്. അദ്ദേഹം ഇപ്പോഴും MLA ആയി തുടരുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ 3 ബലാത്സംഗ കുറ്റമാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 3 മാസം മുമ്പാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇതുവരെയും എൽദോസ് കുന്നപ്പള്ളി രാജിവെച്ചിട്ടില്ല. എൽദോസ് കുന്നപ്പള്ളി ആ സ്ഥാനത്ത് തുടരട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും എൽദോസ് കുന്നപ്പള്ളിയെ ന്യായീകരിക്കുന്ന രൂപത്തിലാണ് സംസാരിച്ചത്. ആ വാക്കുകൾ പ്രേക്ഷകർ കേട്ടതാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ അവരെ ന്യായീകരിക്കുക, അവരോടൊപ്പം നിൽക്കുക എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് എല്ലാ കാലവും സ്വീകരിച്ചത്. എന്നാൽ ഇടതുപക്ഷത്തെ ഏതെങ്കിലും MLAക്കെതിരെ ആരോപണം ഉയർന്നു വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്കെതിരെ ആരോപണം ഉയർന്നു വന്നാൽ രാജിവെക്കണമെന്ന ആവശ്യം ഇതേ കോൺഗ്രസ്സുകാർ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. ഇപ്പോഴിതാ മുകേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും മഹിളാ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ. അവർ ആദ്യം മാർച്ച് നടത്തേണ്ടത് എൽദോസ് കുന്നപ്പള്ളിയുടെ വീട്ടിലേക്കല്ലേ, എം വിൻസെന്റിന്റെ വീട്ടിലേക്കല്ലേ? നേരത്തെയാണെങ്കിൽ സോളാർ കേസിൽ ആരോപണത്തിന് വിധേയരായ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ വീട്ടിലേക്കായിരുന്നില്ലേ? അതൊന്നും നടത്താതെ അതൊക്കെ ആരോപണം മാത്രമാണ്, തെളിയിക്കട്ടെ, തെളിഞ്ഞു കഴിഞ്ഞാൽ നടപടിയെടുക്കാം എന്ന നിലപാടല്ലേ സ്വീകരിച്ചത് കോൺഗ്രസ് നേതൃത്വം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടിമാർ വെളിപ്പെടുത്തിയപ്പോൾ കോൺഗ്രസിന്റെ പോഷക സംഘടനയുടെ നേതാവിനെതിരെ ആരോപണം ഉയർന്നു വന്നില്ലേ? അദ്ദേഹം രാജിവെച്ചോ? അദ്ദേഹത്തെ പുറത്താക്കാൻ തയ്യാറായോ കേരളത്തിലെ KPCC നേതൃത്വം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ? അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് യൂത്ത് കോൺഗ്രസോ മഹിളാ കോൺഗ്രസോ ആവശ്യപ്പെട്ടോ? ആരാണ് അയാൾ? അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, KPCCയുടെ നിയമോപദേശക വിഭാഗത്തിന്റെ തലവൻ, ഉയർന്ന സ്ഥാനമാണ്. ആ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടോ KPCCയും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും? പിന്നെ എന്തിനാണ് M മുകേഷിനെതിരെ മാത്രം M മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്? അതിന് പിറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് മറ്റൊന്നുമല്ല, ചേലക്കരയിൽ പാലക്കാട് ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു. കൊല്ലത്ത് മുകേഷ് രാജിവെച്ചാൽ അവിടെയും ബൈ ഇലക്ഷൻ വേണ്ടിവരും. എന്തെങ്കിലും സാഹചര്യത്തിൽ LDF പരാജയപ്പെടുകയാണെങ്കിൽ സർക്കാരിനെതിരെയുള്ള വലിയ ജനവിധിയാണ് എന്ന് പറയുകയും അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതാ വീണ്ടും സർക്കാർ തിരിച്ചടിയേറ്റിരിക്കുന്നു എന്ന ക്യാമ്പയിൻ കോൺഗ്രസിന് UDFന് കൊണ്ടുവരികയും ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ സുനിൽ കനോഗുലുവിന്റെ ടീം നന്നായി പ്രവർത്തിക്കുന്നുമുണ്ട്. അതിൽ അറിഞ്ഞോ അറിയാതെയോ തലവെക്കുന്നുമുണ്ട് ഇടതുപക്ഷ സഹചാരികൾ എന്ന് പറയുന്നവരൊക്കെ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ ആരോപണത്തിന് പിറകിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്, കൃത്യമായ ആസൂത്രണമുണ്ട്. മലയാളികൾ അരിയാഹാരം കഴിക്കുന്നവരാണ് എന്ന് ഓർക്കണം.